സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടുത്തിടെ നടത്തിയ പ്രസ്താവന കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ലൈംഗിക പീഡന ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയാൽ പാർട്ടി പ്രതിഷേധിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വലിയൊരു പ്രഖ്യാപനം. എന്നാൽ ഈ പ്രസ്താവനയിലെ ധാർമ്മികതയെയും അതിലെ ഇരട്ടത്താപ്പിനെയും സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും വ്യാപകമായ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഒരു കുറ്റകൃത്യം ചെയ്താൽ അതേത് പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും നിയമത്തിന് മുന്നിൽ തുല്യനായിരിക്കണം എന്നതിൽ സംശയമേ ഇല്ല. എന്നാൽ സ്വന്തം പാർട്ടിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ പ്രസ്താവനയിലെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യേണ്ടി വരും. കാരണം സമാനമായ കേസുകളിൽ പ്രതികളായ സ്വന്തം പാർട്ടിയിലെയും മുന്നണിയിലെയും നേതാക്കളോട് CPM സ്വീകരിച്ച നിലപാടുകൾ ഇതിന് വിരുദ്ധമാണ്. പ്രമുഖ നടനും MLA-യുമായ മുകേഷിനെതിരെ സിനിമാ ഷൂട്ടിങ്ങിനിടെ സ്ത്രീകളോട് മോശമായി പെരുമാറി എന്ന ആരോപണം ഉയർന്നു വന്നപ്പോൾ പാർട്ടി മൗനം പാലിച്ചു. അതുപോലെ ലൈംഗിക പീഡന ആരോപണങ്ങൾ നേരിട്ട P ശശിയെ താൽക്കാലികമായി പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയെങ്കിലും പിന്നീട് കൂടുതൽ ശക്തമായ പദവികളോട് തിരിച്ചെത്തിച്ചു. മുന്നണിയിൽ തന്നെയുള്ള KB ഗണേഷ് കുമാറിനെതിരെയും സമാനമായ ആരോപണങ്ങൾ ഉയർന്നു വന്നു. അപ്പോഴും CPM ഇത്തരത്തിലൊരു നിലപാടെടുക്കാൻ തയ്യാറായില്ല. ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാത്രം ഒരു പ്രതിഷേധം പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രീയ പകപോക്കലായി മാത്രമേ കണക്കാക്കാൻ സാധിക്കൂ. ഒരു രാഷ്ട്രീയ പാർട്ടി തങ്ങളുടെ നിലപാടുകളിൽ സുതാര്യതയും നീതിയും പുലർത്തേണ്ടതുണ്ട്. എന്നാൽ സ്വന്തം അണികൾക്കൊരു നീതിയും എതിരാളികൾക്ക് മറ്റൊരു നീതിയും എന്ന നിലപാട് ഒരു പാർട്ടിക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണം ചെയ്യില്ല. നിയമസഭ ഒരു പ്രതിഷേധ വേദിയായി മാറുന്നത് ജനാധിപത്യത്തിന് നല്ലതല്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും പരിഹാരങ്ങൾ കണ്ടെത്താനുമുള്ള വേദിയാകണം നിയമസഭ. എന്നാൽ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ വൈരാഗ്യം തീർക്കാനുള്ള ഇടമാക്കി അതിനെ മാറ്റുന്നു. ഈ വിഷയത്തിൽ CPM-ന് കൂടുതൽ ഉത്തരവാദിത്ത ബോധം കാണിക്കേണ്ടതുണ്ടെന്ന് പൊതുസമൂഹം കരുതുന്നു. ജനങ്ങൾ നൽകിയ അധികാരം വ്യക്തിപരമായ താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കരുതെന്നും കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടുകൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുതെന്നുമുള്ള ശക്തമായ സന്ദേശമാണ് ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നത്. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.